ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗു ചാനൽ. പതി പത്നി ഓർ ഓ ദോ സിനിമയിലെ റൂപ്പ് ദി റാണി എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നായകനായെത്തുന്നത് ആയുഷ്മാനാണ്. നായികമാരായിട്ട് 3 പേരുണ്ട്: സാറ അലി ഖാൻ, വാമിക ഗബ്ബി, രാഹുൽ പ്രീത് സിംഗ്. ഡയറക്ടർ മുദസ്സിർ അസിയാണ്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് നോക്കാം. ഇതിന് മുമ്പേ ഒരു ടീസർ ഇന്നലെയാണെന്ന് തോന്നുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ പോയി കണ്ടേക്ക്. ആൻഡ് പാട്ടേക്കാം. ഗുൽഷൻ കുമാർ, 3 നായകന്മാരും ആയുഷ്മാൻ, കല്യാണ പാട്ടാണെന്ന് തോന്നുന്നു. ഒരു പോക്ക് സൈഡും ഉണ്ട്, പഞ്ചാബി സൈഡും ഉള്ളതാണ് തോന്നുന്നല്ലേ. വാമിക, രാഹുൽ പ്രീത്, ആയുഷ്മാൻ. 3 പേരായിട്ട് കൊണ്ട് ആക്ച്വലി ഈ പാട്ടിൽ 3 പേര് വരാൻ പാടില്ലല്ലോ. ഇനിയിപ്പം ഇതുപോലെ പ്രൊമോഷൻ സോങ് വല്ല പോലെ ആയിരിക്കും. അതായത് പടത്തിന് വേണ്ടി വെറുതെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് മാത്രം ഇറക്കുന്നത് സിനിമയിൽ കാണില്ല. കാരണം 3 പേരും ഡാൻസ് കളിക്കുന്നുണ്ട്. 3 നായികന്മാര്. 3 നായികന്മാരുമായിട്ട് നായകൻ ഒരുമിച്ച് വന്നാൽ സംഘർഷമല്ലേ ഉണ്ടാവേണ്ടത് അവിടെ. ബട്ട് ഇവിടെ അതല്ലല്ലോ സംഭവിക്കുന്നത്. മിക്കവാറും ഇത് പ്രൊമോഷൻ സോങ് ആവാനാണ് സാധ്യത കൂടുതൽ കണ്ടിട്ട്. ആ 3 നായകന്മാരും ഉണ്ട്. പാട്ട് ഒരു എല്ലാം കലർന്ന ഒരു പാട്ട് പോലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു DJ ടൈപ്പും ഉണ്ട്, ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്, ഒരു മ്യൂസിക് ഇടയിൽ വരുന്ന പോലെ ഉണ്ട്. ഡാൻസ് ഒക്കെ കൊള്ളാം. അഡ്വൻ കൂടുതൽ വാമികയുടെ കൂടെയാണ് നിൽക്കുന്നത്. എപ്പോഴാണ് ജുനോ ചോപ്രയുടെ പ്രൊഡ്യൂസർ. ഈ സെറ്റിംഗ് കൊള്ളാം. അത് പതി പത്നി ഓർ ദോ 15 മെയ് 2026 സിനിമ റിലീസാവുന്നത്. 2026 മെയ് 15 സിനിമ റിലീസാവുന്നത്. മുദസ്സിർ അസീസാണ് ഡയറക്ട് ചെയ്യുന്ന. ആയുഷ്മാൻ, വാമിക ഗബ്ബി, സാറ അലി ഖാൻ, രാഹുൽ പ്രീത് സിംഗ് ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പതി പത്നി ഓർ ഓതോ ഇതൊരു സെക്കൻഡ് പാർട്ട് പോലെയാണ്. എനിക്ക് തോന്നുന്നു 3rd പാട്ടെന്നാണ് തോന്നുന്നത്. ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് പോലെ കാർത്തിക് ആര്യൻ, അനന്യ പാണ്ഡെ, അതാണ് ഈ ടീസറിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത്. അവരുമായിട്ട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്. അതിന്റെ സെക്കൻഡ് പാർട്ട് പോലെയാണ് ഇത് വരുന്നത്. ജോണറൊക്കെ സെയിം തന്നെ ആയിരിക്കും, കാസ്റ്റിംഗ് മാത്രമായിരിക്കും വ്യത്യാസം വരുന്നത്. റോം കോം എന്റർടൈനർ പോലെ. ഇതെനിക്ക് തോന്നുന്ന ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി സോങ് പോലെയാണ്. കാരണം ഈ സോങ്ങിന് 3 പേരും ഡാൻസ് കളിക്കുന്നുണ്ട്. അതായത് 3 നായികന്മാരും. 3 നായികന്മാരും മ്യൂച്വൽ ഫ്രണ്ട്സ് ആണെന്നും അറിയില്ല. ആയുഷ്മാൻ വളച്ച് പ്രേമിക്കുന്നതാണെന്നും അറിയില്ല. ഇനിയിപ്പം ഈ സോങ്ങിന് ശേഷമായിരിക്കും ഒരാളെ സെലക്ട് ചെയ്യുവാണെന്നും അറിയില്ല. സിനിമ കാണുമ്പോഴേ മനസ്സിലാക്കാം. കാരണം ഹിന്ദിയിൽ റോം കോം ആണ് വരുന്നത്. അപ്പൊ എങ്ങനെ വേണം പ്രൊഡിക്റ്റ് ചെയ്യാം, നമുക്ക് എങ്ങനെ വേണം സംഭവിക്കുകയും ചെയ്യാം. പാട്ട് നന്നായിട്ടുണ്ട്. എനിക്ക് ഈ പാട്ട് കേട്ടപ്പം ആ തുടക്കത്തിൽ ഓരോ മ്യൂസിക്കാണ് തോന്നുന്നത്. തുടക്കത്തിൽ ഒരു പഞ്ചാബ് ടൈപ്പ്, പിന്നെ ഒരു ഇംഗ്ലീഷ് ടൈപ്പ്, അതായത് ഒരു DJ ഇടുന്ന പോലെ, പിന്നെ ഒരു നോർമൽ ഹിന്ദി ടൈപ്പ്, അങ്ങനെ മിക്സ് ചെയ്ത് കലർന്നാണ് വന്നത്. ചിലപ്പോൾ ഒരു മാരേജ് പാട്ടായത് കൊണ്ടായിരിക്കും അവർ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് തന്നെയുണ്ട് കേൾക്കാനൊക്കെ ആയിട്ട്. സത്യത്തിൽ ഹിന്ദി പാട്ട് മുമ്പ് ഞാൻ ഒരുപാട് കേൾക്കുമായിരുന്നു. മുമ്പ് നല്ല പാട്ടുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഹിറ്റായ പാട്ടുകളോ ട്രെൻഡാവുന്ന പാട്ടുകളോ വൈറലാവുന്ന പാട്ടുകളോ പ്രത്യേകിച്ച് ബോളിവുഡിലെ പാട്ടുകൾ കുറവാണ്. പ്രത്യേകിച്ച് നല്ല പാട്ടുകൾ കുറവാണ്. അപ്പോൾ ഈ വല്ല പുള്ളിക്കും എല്ലാം ഇടയിൽ വല്ല നല്ല പാട്ടുകളും കാര്യങ്ങളും വന്നേ ഉള്ളൂ. ഈ പാട്ട് കേൾക്കാൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കേൾക്കാം. പിന്നെ
എന്താ പറയുക, മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഇടുന്ന മ്യൂസിക്കും കൊള്ളാം. പിന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളത് യങ് ആക്ടേഴ്സ്, അതായത് ഹിന്ദിയിൽ പ്രത്യേകിച്ച് ഡാൻസ് എല്ലാവരും ഇപ്പൊ ഇതിൽ ആയുഷ്മാൻ ഒരു കിടിലൻ നടനാണ്. ആയുഷ്മാന്റെ പടങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ വൻ വെർസാറ്റാലിറ്റി പടങ്ങളാണ് ആയുഷ്മാൻ ചെയ്യുന്നത്. അതായത് ഒരു പ്രത്യേകത ഉള്ള പടങ്ങളാണ്. അത് ആരും ചെയ്യാത്ത, അതായത് നമ്മൾ തെലുങ്കിൽ നാനി ചെയ്യില്ല അതുപോലെയാണ്. അതായത് എല്ലാവരെയും പോലെയല്ല പടങ്ങൾ, പ്രത്യേകിച്ച് ഒരു സ്റ്റോറി ഉണ്ടാവും, പ്രത്യേകിച്ച് ഒരു ആക്ടിങ് സ്റ്റൈൽ ഉണ്ടാവും. അങ്ങനെ ഒരു പുള്ളിയാണ് ആയുഷ്മാനൊക്കെ. എനിക്ക് ഒരു പാട്ടുണ്ട് ആയുഷ്മാന്റെ, ഒരു ഹിന്ദി വൈറൽ പാട്ടാണ്, അതെല്ലാവരും ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ആ പാട്ടിന്റെ പേരെനിക്ക് മുസ്കുറാനല്ലേ, അല്ല ഏതോ ഒരു പാട്ടുണ്ട്. ആ പുള്ളി ഒരു മഴയത്ത് ഒരാളെ കാണുമ്പോൾ അപ്പൊ തുടങ്ങുന്ന ഒരു പ്രണയം, കിടിലം പാട്ടാണ്. ആ പാട്ട് മറന്നു, നിങ്ങൾക്കത് പാട്ട് ഓർമ്മ ഉണ്ടെന്ന് കമന്റ് ചെയ്തേക്ക് മറക്കാതെ. ആൻഡ് പാട്ട് നന്നായിട്ടുണ്ട്. പടം മെയ് 15-നാണ്. നോക്കാം റോം കോമിൽ എന്തായിരിക്കും നടക്കുന്നതെന്ന്.